സൗകര്യങ്ങൾ കൂടുമ്പോൾ നമുക്ക് മടി കൂടുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. പണ്ടൊക്കെ ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ഫയലൊക്കെ കിട്ടുമല്ലോ, ഞാനത് വാങ്ങിയിട്ട് യൂസ് ചെയ്തിരുന്നത് കുറച്ച് സാധനങ്ങൾ മാത്രം അതിലിട്ട് വെക്കും. അപ്പോൾ പിന്നെ നമുക്കത് ജസ്റ്റ് ഒന്ന് വെറുതെ ഷേക്ക് ചെയ്ത് നോക്കിയാൽ തന്നെ മതി, അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് കാണാൻ പറ്റും. നമ്മളായിട്ട് ഓപ്പൺ ചെയ്ത് വെറുതെ കഷ്ടപ്പെട്ട് അതിൻ്റെ ഉള്ളിൽ തിരഞ്ഞു നോക്കേണ്ട ആവശ്യമില്ലല്ലോ. കുറച്ച് കൂടുതൽ മാർക്ക് കിട്ടിയ ആൻസർ ഷീറ്റോ അതല്ലെങ്കിൽ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കാണുന്ന രീതിയിൽ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ നമുക്ക് വെച്ച് കൊണ്ടുപോകാൻ നല്ല ഇഷ്ടമായിരിക്കും അല്ലേ. പിന്നെ നമുക്ക് ആരോടും പ്രത്യേകിച്ച് മാർക്കും കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ, അവർ കണ്ട് മനസ്സിലാക്കട്ടേന്നേ. അതൊക്കെ ഒരു കാലം. ഇന്ന് പിന്നെ ഇപ്പോൾ കയ്യിലുള്ളത് ATM കാർഡ്, പാൻ കാർഡ്, ആധാർ കാർഡ്, അങ്ങനെ കുറച്ച് കാർഡുകൾ മാത്രമാണ് കേട്ടോ. അപ്പോൾ പിന്നെ ആ കാർഡുകളൊക്കെ ചെറിയ കാർഡുകളൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു പൗച്ചിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ പുറത്തേക്ക് എടുത്ത് ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ 1-2 ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാലൊന്നും. ഇനിയിപ്പോൾ അത് മാത്രമല്ല, നിങ്ങളുടെ ഫ്രണ്ടിന് എന്തെങ്കിലും കാർഡോ ഗിഫ്റ്റോ ഒക്കെ കൊടുക്കണമെങ്കിൽ അതും ഇതിൽ അറേഞ്ച് ചെയ്യാം. കാർഡ് എന്ന് പറഞ്ഞപ്പോൾ ആദ്യം തന്നെ ഹാർട്ടാണ് ഓർമ്മ വന്നത്, അതുകൊണ്ട് കുറച്ച് ഹാർട്ട്സ് വരച്ച് കൊടുത്തുട്ടാ. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ഐറ്റംസ് വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ സിമ്പിളല്ലേ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒപ്പം ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.